നമുക്കറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ആൻറ്റിസെപ്റ്റിക് ആണ് എന്ന്. ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ സ്ലോ ആയി ഡിക്കമ്പോസ് ചെയ്ത് ഓക്സിജൻ ഗ്യാസ് ഉണ്ടാകും. നമ്മൾ തുറന്നു വെച്ചാൽ ഇത് ഡിക്കമ്പോസ് ചെയ്ത് ഓക്സിജൻ ഉണ്ടാകും. അതേസമയം ഇതിൽ ഒരല്പം മാംഗനീസ് ഡയോക്സൈഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഡിക്കമ്പോസിഷൻ റിയാക്ഷൻ വളരെ സ്പീഡിൽ നടക്കും. നമ്മൾ ആഡ് ചെയ്യുന്ന മാംഗനീസ് ഡയോക്സൈഡിൻ്റെ അളവിലോ പ്രോപ്പർട്ടീസിലോ യാതൊരു ചേഞ്ചും വരില്ല. ഇങ്ങനെ സ്വയം ഒരു ചേഞ്ചും വരാതെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഓൾട്ടർ ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസിനെയാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ആ ഫിനോമിനലാണ് കറ്റാലിസിസ്. നമുക്കിന്ന് കറ്റാലിസിസ് ആണ് ചർച്ച ചെയ്യാനുള്ളത്. ഇവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിൽ മാംഗനീസ് ഡയോക്സൈഡ് ചേർത്താൽ അവിടെ റിയാക്ഷൻ്റെ സ്പീഡ് കാര്യമായി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്ന കാറ്റലിസ്റ്റിനെ പോസിറ്റീവ് കാറ്റലിസ്റ്റ് എന്നാണ് പറയുന്നത്. അതേസമയം ഇതിൽ ഫോസ്ഫോറിക് ആസിഡാണ് ചേർക്കുന്നത് എങ്കിൽ അതിൻ്റെ ഡിക്കമ്പോസിഷൻ റിയാക്ഷൻ സ്ലോ ഡൗൺ ചെയ്യും. അങ്ങനെ റിയാക്ഷൻ റേറ്റ് കുറയ്ക്കുന്ന കാറ്റലിസ്റ്റിനെ നെഗറ്റീവ് കാറ്റലിസ്റ്റ് എന്നാണ് പറയുന്നത്. നമുക്ക് കറ്റാലിസിസിനെ ജനറലായി രണ്ടായി തരംതിരിക്കാം: ഹോമോജീനിയസ് കറ്റാലിസിസ് ആൻഡ് ഹെറ്ററോജീനസ് കറ്റാലിസിസ്. ഹോമോജീനസ് കറ്റാലിസിസ് എന്ന് പറയുമ്പോൾ ഇവിടെ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഒരേ ഫേസിൽ അഥവാ ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലായിരിക്കും. ഹോമോജീനിയസ് കറ്റാലിസിസിൽ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഒരേ ഫിസിക്കൽ ഫേസിൽ അഥവാ ഒരേ ഫിസിക്കൽ സ്റ്റേറ്റിലായിരിക്കും. അതിനൊരു എക്സാമ്പിളാണ് 2 സൾഫർ ഡയോക്സൈഡ് ഗ്യാസ് പ്ലസ് O2 ഗ്യാസ് ഗീവ്സ് 2SO3 ഗ്യാസ്. ഇവിടെ റിയാക്റ്റൻസും രണ്ടും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, അതുപോലെ തന്നെ കാറ്റലിസ്റ്റും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. അതേസമയം റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഡിഫറെൻ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഫേസിലാണ് എങ്കിൽ നമ്മളതിനെ ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് പരിചിതമായ ഇക്വേഷനാണ് ഇത്. ഹേബർ പ്രോസസ്സാണ്. ഇവിടെ നൈട്രജൻ ഗ്യാസും ഹൈഡ്രജൻ ഗ്യാസും കമ്പൈൻ ചെയ്ത് അമോണിയ ഉണ്ടാകുന്നു. നൈട്രജനും ഹൈഡ്രജനും ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ഇവിടുത്തെ കാറ്റലിസ്റ്റായ സ്പോഞ്ചി അയൺ സോളിഡ് സ്റ്റേറ്റിലാണ്. സോ ഡിഫറൻസ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഹോമോജീനിയസ് കറ്റാലിസിസിൽ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും സെയിം ഫേസിൽ അഥവാ സെയിം ഫിസിക്കൽ സ്റ്റേറ്റിലായിരിക്കും. അതേസമയം ഹെറ്ററോജീനിയസ് കറ്റാലിസിസിൽ റിയാക്റ്റൻസും കാറ്റലിസ്റ്റും ഡിഫറെൻ്റ് ഫേസിൽ അഥവാ ഡിഫറെൻ്റ് ഫിസിക്കൽ സ്റ്റേറ്റിലായിരിക്കും. അടുത്തായി നമുക്ക് നോക്കാനുള്ളത് കറ്റാലിസിസുമായി ബന്ധപ്പെട്ട് 1-2 ടേംസ് ആണ്. ഇവിടെ ഹേബർ പ്രോസസ്സിൽ സ്പോഞ്ചി അയൺ ഒരു കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ സ്പോഞ്ചി അയണിൻ്റെ ഒപ്പം മോളിബ്ഡിനം എന്ന മെറ്റൽ ഉണ്ടെങ്കിൽ ഈ റിയാക്ഷൻ്റെ സ്പീഡ് പിന്നെയും വർദ്ധിക്കും. അങ്ങനെ ഒരു റിയാക്ഷൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാൻ ആയിട്ട് സഹായിക്കുന്ന കാറ്റലിസ്റ്റിൻ്റെ ഒപ്പം കാറ്റലിസ്റ്റിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ആ സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നത് പ്രൊമോട്ടർ എന്നാണ്. കറ്റാലിസിസിൽ കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി അതല്ലെങ്കിൽ കഴിവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ആ സബ്സ്റ്റൻസ് ആണ് പ്രൊമോട്ടർ എന്നറിയപ്പെടുന്നത്. ഹേബർ പ്രോസസ്സിൽ മോളിബ്ഡിനം ഒരു പ്രൊമോട്ടറാണ്. ഈ റിയാക്ഷനിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുകയാണ് എന്ന് കരുതുക. കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇവിടെ പ്രോഡക്റ്റിൻ്റെ അളവ് കുറഞ്ഞു പോകും. അതിൻ്റെ കാരണം കാറ്റലിസ്റ്റിൻ്റെ കഴിവ് അല്ലെങ്കിൽ ആക്ടിവിറ്റി കാർബൺ മോണോക്സൈഡ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി കുറയ്ക്കുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കുന്ന സബ്സ്റ്റൻസിനെ കാറ്റലിസ്റ്റ് പോയിസൺ എന്നാണ് പറയുന്നത്. കാറ്റലിസ്റ്റ് പോയിസൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാർബൺ മോണോക്സൈഡാണ്. നമുക്ക് ഏതാനും ടേമുകൾ ഡിസ്കസ് ചെയ്യാനുണ്ട് കറ്റാലിസിസുമായി ബന്ധപ്പെട്ട്. എന്താണ് ഒരു കാറ്റലിസ്റ്റിൻ്റെ ആക്ടിവിറ്റി? നമ്മളിവിടെ കണ്ടു
ഹേബർ പ്രോസസ്സിൽ സ്പോഞ്ചി അയൺ ഒരു കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സ്പോഞ്ചി അയണിന് ആ റിയാക്ഷൻ്റെ റേറ്റ് എത്ര മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാനാണ് സാധിക്കുന്നത്. അങ്ങനെ ഒരു റിയാക്ഷൻ്റെ റേറ്റ് എത്ര മടങ്ങായിട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും, ആ കഴിവിനെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമുക്ക് പരിചിതമായ ഒരു റിയാക്ഷനാണ് ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുന്നത്. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുന്നത്. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യാൻ അനുവദിച്ചാൽ അവിടെ ഒരിക്കലും വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടില്ല. അതേസമയം പ്ലാറ്റിനം കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഒരു ഇലക്ട്രിക് ആർക്ക് പാസ് ചെയ്യുകയാണ് എങ്കിൽ ഈ റിയാക്ഷൻ്റെ റേറ്റ് 10⁻10 ടൈംസ് ഇൻക്രീസ് ചെയ്യും. സോ നമുക്ക് പറയാൻ പറ്റും ഈ പ്രോസസ്സിൽ പ്ലാറ്റിനത്തിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് 10⁻10 ടൈംസ് ആണ്. അടുത്തതായി ഒരു ടൈമും കൂടി സെലക്ടിവിറ്റി. ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും തമ്മിലുള്ള റിയാക്ഷനാണ്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും റിയാക്ട് ചെയ്ത് മെഥനോൾ ഉണ്ടാകാം. ഈ റിയാക്ഷൻ നടക്കുന്നത് കോപ്പറിൻ്റെയും സിങ്ക് ഓക്സൈഡിൻ്റെയും പ്രസൻസിലാണ്. കോപ്പറിൻ്റെയും സിങ്ക് ഓക്സൈഡിൻ്റെയും പ്രസൻസിൽ മെഥനോള് പ്രോഡക്റ്റായിട്ട് കിട്ടുന്നു. ഇതേ റിയാക്ഷൻ നമ്മൾ നടത്തുന്നത് നിക്കൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് എങ്കിൽ, നിക്കൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടത്തുന്നതെങ്കിൽ അവിടെ നമുക്ക് പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത് മീഥൈനും വാട്ടറുമായിരിക്കും. നിക്കൽ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ മീഥൈനും വാട്ടറും പ്രോഡക്റ്റായിട്ട് കിട്ടുന്നു. ഇതേ റിയാക്ഷൻ കോപ്പർ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിലാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫോർമാൽഡിഹൈഡാണ്. സോ ഇവിടെ ഒരേ റിയാക്ടൻ്റ് തന്നെ വ്യത്യസ്തമായ കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ വ്യത്യസ്തമായ പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. സോ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിലേക്ക് ലീഡ് ചെയ്യാനുള്ള കാറ്റലിസ്റ്റിൻ്റെ കഴിവിനെയാണ് സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ് നടക്കുന്നത്? ഇത് നമുക്ക് അഡ്സോർപ്ഷൻ തിയറിയെ ബേസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. പ്രധാനമായും ഡി ബ്ലോക്ക് മെറ്റൽ ആറ്റംസ് ആണ് കാറ്റലിസ്റ്റായി ആക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഡി ബ്ലോക്ക് മെറ്റൽ ആറ്റംസിന് വേക്കൻ്റ് ഡി ഓർബിറ്റൽസും അതുകൊണ്ട് തന്നെ ഫ്രീ വാലൻസീസും ഉണ്ടാകും. ഇവിടുത്തെ പിക്ചർ ശ്രദ്ധിക്കുക. ഇത് ഒരു കാറ്റലിസ്റ്റിൻ്റെ സർഫസ് ആണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഫ്രീ വാലൻസീസ് ഉണ്ടാകും. രണ്ട് റിയാക്റ്റൻറ്റ് എയും ബിയും കമ്പൈൻ ചെയ്ത് AB എന്ന പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യ സ്റ്റേജിൽ കാറ്റലിസ്റ്റിൻ്റെ സർഫസിലേക്ക് റിയാക്റ്റൻസ് ഡിഫ്യൂസ് ചെയ്ത് എത്തുന്നു. ആ റിയാക്റ്റൻസ് കാറ്റലിസ്റ്റിൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യപ്പെടുന്നു. മൂന്നാമത്തെ സ്റ്റേജിൽ ഈ അഡ്സോർബ് ചെയ്യപ്പെട്ട റിയാക്റ്റൻസും കാറ്റലിസ്റ്റും കൂടി ചേർന്ന് ഒരു അൺസ്റ്റേബിൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡിക്കമ്പോസ് ചെയ്ത് ഫ്രീ കാറ്റലിസ്റ്റും പ്രോഡക്റ്റും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ മൂന്നാമത്തെ സ്റ്റേജിന് ശേഷം കാറ്റലിസ്റ്റിൽ നിന്നും ആ പ്രോഡക്റ്റ് ഡീസോർഷൻ വഴിയാണ് റിമൂവ് ചെയ്യപ്പെടുന്നത്. അവസാന ഘട്ടത്തിൽ ഈ കാറ്റലിസ്റ്റിൽ നിന്നും പ്രോഡക്റ്റ് ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് നീങ്ങുന്നു. അങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റിയിലും അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസിലും യാതൊരു ചേഞ്ചും ഇല്ലാത്ത കാറ്റലിസ്റ്റിനെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ തിയറി വെച്ച് എന്തുകൊണ്ടാണ് കാറ്റലിസ്റ്റിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി അതുപോലെ തന്നെ ക്വാണ്ടിറ്റി യാതൊരു ചേഞ്ചും വരാത്തതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. എന്താണ് ഒരു കാറ്റലിറ്റിക് ആക്ടിവിറ്റിയിൽ ഡീസോർപ്ഷൻ്റെ ഇമ്പോർട്ടൻസ്? ഇവിടെ ആക്ടിവേറ്റഡ് കോംപ്ലക്സിൽ നിന്നും പ്രോഡക്റ്റ് ഡീസോർപ്ഷൻ വഴി റിമൂവ് ചെയ്താൽ മാത്രമേ കാറ്റലിസ്റ്റ് നമുക്ക് ഫ്രീ ആയി കിട്ടുകയുള്ളൂ. വീണ്ടും റിയാക്റ്റൻസിന് ഇതിൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യപ്പെടാനായി സാധിക്കുകയുള്ളൂ. അടുത്തതായി ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ്. നമ്മൾ +1 പഠിച്ചിട്ടുണ്ട് എന്താണ് സിയോലൈറ്റ്സ്. സിയോലൈറ്റ്സ് എന്ന് പറയുന്നത് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം തുടങ്ങിയ മെറ്റൽസിൻ്റെ
അലുമിനോ സിലിക്കേറ്റ്സ് ആണ്. ഇവയ്ക്ക് ഹണി കോംബ് ലൈക്ക് സ്ട്രക്ചർ അഥവാ ഒരു ഓപ്പൺ ലൈക്ക് സ്ട്രക്ചറാണ് ഉള്ളത്. ഇതിൻ്റെ സർഫസിൽ ലാർജ് നമ്പർ ഓഫ് ക്യാവിറ്റീസ് ഉണ്ടായിരിക്കും. സ്വാഭാവികമായും ആ ക്യാവിറ്റീസിൽ റിയാക്റ്റൻ്റ് മോളിക്യൂൾസിന് കൃത്യമായി ഹെൽഡ് ചെയ്ത് നിൽക്കാനും അങ്ങനെ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്ത് പ്രോഡക്റ്റിലേക്ക് ലീഡ് ചെയ്യാനും കഴിവുണ്ട്. ഇവിടെ കാറ്റലിസ്റ്റിൻ്റെ സ്ട്രക്ചറിനെയും കാറ്റലിസ്റ്റിൻ്റെ പോർ സ്ട്രക്ചറിനെയും അതുപോലെ തന്നെ റിയാക്റ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും സൈസിനെയും ഡിപ്പെൻഡ് ചെയ്തുള്ള കറ്റാലിസിസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഷേപ്പ് സെലക്റ്റീവ് കറ്റാലിസിസ് എന്ന് പറയുന്നത്. ഷേപ്പ് സെലക്റ്റീവ് കാറ്റലിസ്റ്റായി ആക്ട് ചെയ്യുന്നത് സിയോലൈറ്റ്സ് ആണ്. ഇതിന് ഒരു ഉദാഹരണമാണ് ZSM5. ഇത് ട്രേഡ് നെയിമാണ്. ഇത് പ്രധാനമായും പെട്രോളിയം ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുന്നത്. ZSM5 ഉപയോഗിച്ച് ആൽക്കഹോളിനെ ഡയറക്റ്റ് പെട്രോളാക്കി മാറ്റാൻ സാധിക്കും. ZSM5 യൂസ് ചെയ്യുന്നത് ആൽക്കഹോളിനെ പെട്രോളാക്കി മാറ്റാനാണ്. എൻസൈം കറ്റാലിസിസ്. എൻസൈംസ് എന്ന് പറയുന്നത് കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. നൈട്രജൻ അടങ്ങിയ പ്രോട്ടീൻ ടൈപ്പ് മോളിക്യൂൾസ് ആണ് ഇവ. ഇത് പ്രധാനമായും ലിവിങ് ബീയിങ്സിൻ്റെ ബോഡിയിലെ ബയോകെമിക്കൽ റിയാക്ഷനെയാണ് കാറ്റലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻസൈംസിനെ ബയോകെമിക്കൽ കാറ്റലിസ് എന്നുകൂടി പറയാറുണ്ട്. നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ അറിയാം. ഷുഗർ സൊല്യൂഷൻ്റെ ഫെർമെൻറ്റേഷനിൽ സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസുമായി വിഘടിപ്പിക്കുന്നത് ഇൻവെർട്ടേസ് എന്ന എൻസൈമാണ്. ഇൻവെർട്ടേസ് എന്ന എൻസൈം സൂക്രോസിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. അതുപോലെ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും എഥനോൾ ആക്കി മാറ്റുന്നത് സൈമേസ് എന്ന എൻസൈമാണ്. എൻസൈം കറ്റാലിസിസിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫീച്ചേഴ്സ്. എന്തെല്ലാമാണ് എൻസൈം കറ്റാലിസിസിൻ്റെ പ്രത്യേകതകൾ? ബോഡി നോക്കാം. എൻസൈംസ് എന്ന് പറയുന്നത് ഹൈലി എഫിഷ്യൻ്റ് ആണ്. വളരെ ചുരുങ്ങിയ അളവിൽ എൻസൈം ഉണ്ട് എങ്കിലും അത് ലാർജ് എമൗണ്ട് റിയാക്റ്റൻസിനെ പ്രോഡക്റ്റാക്കി മാറ്റിക്കൊള്ളും. രണ്ടാമത്, ദേ ആർ ഹൈലി സ്പെസിഫിക്. ഒരു എൻസൈം ഒരു പർട്ടിക്കുലർ റിയാക്ഷനെ മാത്രമേ സ്പീഡപ്പ് ചെയ്യുകയുള്ളൂ, വേറെ ഒരു പ്രോസസ്സിലും അത് ഹെൽപ്പ് ചെയ്യുന്നില്ല. എൻസൈംസ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ മാത്രം. റൂം ടെമ്പറേച്ചർ മുതൽ ബോഡി ടെമ്പറേച്ചർ വരെയുള്ള ആ ടെമ്പറേച്ചറിൽ മാത്രമാണ് എൻസൈംസ് ഹൈലി ആക്റ്റീവായിരിക്കുന്നത്. അതുപോലെ എൻസൈംസ് ഒപ്റ്റിമം pHയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കൂടുതലായി ആക്റ്റീവ് ആകുന്നത് 5 to 7 എന്ന pHയിലാണ്. എൻസൈംസിൻ്റെ കൂടെ കോ എൻസൈംസ്, അത് മിക്കവാറും വൈറ്റമിൻസ് ആയിരിക്കും. അതുപോലെ ആക്ടിവിറ്റേഴ്സ്, അത് ഏതെങ്കിലും മെറ്റൽ അയോൺസ് ആയിരിക്കും. അങ്ങനെ കോ എൻസൈംസോ അല്ലെങ്കിൽ ആക്ടിവേറ്റേഴ്സോ ഉണ്ടെങ്കിൽ എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഒന്നുകൂടി വർദ്ധിക്കും. മെക്കാനിസം ഓഫ് എൻസൈം കറ്റാലിസിസ്. എങ്ങനെയാണ് എൻസൈം കറ്റാലിസിസ് നടക്കുന്നത്? എൻസൈമിൻ്റെ സർഫസിൽ ലാർജ് നമ്പർ ഓഫ് ക്യാവിറ്റീസ് ഉണ്ടായിരിക്കും. ഈ ക്യാവിറ്റീസിൽ അമിനോ ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ് തുടങ്ങിയ ആക്റ്റീവ് ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. ഈ ക്യാവിറ്റീസിന് കോംപ്ലിമെൻ്ററി ആയ ഒരു ഷേപ്പായിരിക്കും സബ്സ്ട്രേറ്റിന് ഉള്ളത്. സോ എൻസൈമിൽ ലാർജ് നമ്പർ ഓഫ് ക്യാവിറ്റീസ് ഉണ്ട്. ഈ ക്യാവിറ്റിക്ക് കോംപ്ലിമെൻ്ററി ആയ ഒരു ഷേപ്പാണ് സബ്സ്ട്രേറ്റിന് ഉള്ളത്. സ്വാഭാവികമായും ഈ ക്യാവിറ്റിയിൽ സബ്സ്ട്രേറ്റിന് ഫിറ്റ് ചെയ്തിരിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ലോക്കിൽ ഒരു കീ എങ്ങനെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, അതേപോലെയാണ് എൻസൈമും സബ്സ്ട്രേറ്റും ഫിറ്റായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിതിനെ ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്നാണ് പറയുന്നത്.
ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡിക്കമ്പോസ് ചെയ്ത് ഫ്രീ എൻസൈമും പ്രോഡക്റ്റും ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രോസസ്സ് നമുക്ക് 2 സ്റ്റെപ്പിലൂടെ എഴുതാൻ പറ്റും. ഒന്നാമത്തെ സ്റ്റെപ്പിൽ എൻസൈമും സബ്സ്ട്രേറ്റും ഫിറ്റ് ചെയ്തിരുന്ന ഒരു ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. എൻസൈമും സബ്സ്ട്രേറ്റും കമ്പൈൻ ചെയ്ത് ഒരു എൻസൈം സബ്സ്ട്രേറ്റ് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡിക്കമ്പോസ് ചെയ്യുന്നു. ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ഡിക്കമ്പോസ് ചെയ്ത് ഫ്രീ എൻസൈമും പ്രോഡക്റ്റും കിട്ടുന്നു.